ഓങ്കോപ്ലാസ്റ്റിക് സർജറി യൂസ് ചെയ്ത് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഏകദേശം 90% പേഷ്യൻസിന് നമുക്ക് സ്തനങ്ങൾ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഈ അവശേഷിക്കുന്ന 10% പേര് ആരാണ്? ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് ബ്രസ്റ്റ് നിലനിർത്താൻ പറ്റാത്ത ആൾക്കാർ ആരാണ്? പ്രധാനമായും 3 കൂട്ടരാണ്. ഒന്ന്, പാരമ്പര്യമായി ജനിതക മ്യൂട്ടേഷൻസ് ഉള്ള ആൾക്കാർ. അവർക്ക് സ്തനം നിലനിർത്താൻ പറ്റിയാൽ പോലും ഭാവിയിൽ പുതിയ ട്യൂമറുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ ബ്രസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യാനാണ് അഡ്വൈസ് ചെയ്യുക. രണ്ടാമത്തത്, ഒന്നിലധികം ട്യൂമറുകൾ മാറിലുണ്ടാവുക. പലപ്പോഴും 2, 3, 4 ട്യൂമറുകൾ ഉണ്ടെങ്കിലും അത് മാറിന്റെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓങ്കോപ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ച് സ്തനങ്ങളെ നിലനിർത്താൻ പറ്റും. പക്ഷേ ചില കേസുകളിൽ മാറിന്റെ പല ഭാഗങ്ങളിലായി ക്യാൻസർ കാണപ്പെടാറുണ്ട്. അങ്ങനെ വന്നാൽ സ്തനങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു പേഷ്യന്റിന് ചികിത്സയുടെ ഭാഗമായി ശസ്ത്രക്രിയയ്ക്ക് മുമ്പായിട്ട് കീമോതെറാപ്പി കൊടുത്തു. മിക്കവാറും കേസുകളിൽ കീമോതെറാപ്പിയുടെ എഫക്റ്റ് ആയിട്ട് ഈ ട്യൂമർ ചുരുങ്ങും. ചില കേസുകളിൽ അത് ചുരുങ്ങില്ല. അങ്ങനെ ചുരുങ്ങാതെ വന്നാൽ കീമോതെറാപ്പി കൊടുത്തിട്ടും വളരുന്നതായി തോന്നിയാൽ തീർച്ചയായും ആ കേസിലും നമ്മൾ സ്തനങ്ങൾ നിലനിർത്തുന്നത് സേഫ് അല്ല, ടോട്ടൽ മാസ്റ്റെക്ടമി വേണ്ടിവരും. അപ്പോൾ ഇന്ന് 2025 ഈ 3 സാഹചര്യങ്ങളിലാണ് നമ്മൾ സ്തനങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ കേസുകളിലും നമ്മൾ സ്തനങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള സർജറിയാണ് ലക്ഷ്യമാക്കുന്നത്.